നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്ന നിങ്ങൾക്ക് വേണ്ടി അവർ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്നും നിങ്ങളോട് അവർക്ക് സത്യമായൊരു സ്നേഹമുണ്ടായിരുന്നോ എന്നുകൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് നിങ്ങൾക്കൊരു പോസിറ്റീവ് ആകുന്ന ഒരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം മാനിഫെസ്റ്റേഷൻസ് ആണ്. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങൾ ഇതിനെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനകത്ത് എല്ലാ പോസിറ്റീവാകുന്ന വശങ്ങളും വന്നു ചേരുകയും നിങ്ങളിലുള്ള നെഗറ്റീവാകുന്ന തോട്ട്സുകളെയും നെഗറ്റീവാകുന്ന എനർജികളെയും എല്ലാം ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കൊരു ടാറോ റീഡിങ് കേൾക്കേണ്ട ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ ഇതിനകത്ത് യാതൊരു അഭിപ്രായവും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. നിങ്ങളിലേക്ക് വന്ന ഒരു ഇൻഫർമേഷൻസ് പോലും നിങ്ങളത് കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ കേട്ടോ. നിങ്ങൾക്ക് വിശ്വാസമുള്ള എന്താണോ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. പോസിറ്റീവാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ തടസ്സങ്ങൾ മാറി നിങ്ങൾക്കൊരു മാറ്റം ലൈഫിൽ യൂണിവേഴ്സ് തന്നെ നൽകിയിരിക്കും. നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതെന്ന് കൂടി മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളോട് കാണിച്ചിരിക്കുന്ന ഒരു സ്നേഹം ആത്മാർത്ഥമാണ്. നിങ്ങളോട് അവർക്ക് എന്ത് രീതിയിലുള്ള സ്നേഹമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ടി അവർ എടുക്കാൻ പോകുന്നൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലിബ്രേഷൻ എനർജിയിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾസ് എനർജിയിലാണ് കൂടുതൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വിവാഹ റിലേഷൻ, വിവാഹം എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക്, എല്ലാവരോടും ഒത്തുചേർന്നുള്ള ഒരു വിവാഹ ലൈഫിലേക്ക് പോകുക എന്ന ഒരു സെലിബ്രേഷൻ എനർജിയിലേക്ക് പോകുക എന്ന സിറ്റുവേഷൻസിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഒരു പ്രഷ്യസ് ആകുന്ന ഒരു പൂർണ്ണതയോട് കൂടിയ ഒരു സക്സസ്, ശരിക്കും പറഞ്ഞാൽ ഒരു ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ ഈ ഒരു സാഹചര്യത്തെ വന്ന് യൂണിവേഴ്സ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ള, വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നല്ല ടൈമെന്ന് തന്നെ പറയാം. ഒരു ശുക്രദശ എന്നൊക്കെ പറയും പോലെ നമ്മളുടെ ഒരു നല്ല ടൈമെന്ന് തന്നെ പറയാവുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങളും അവരുമായിട്ടുള്ള ഒരു ബന്ധത്തെ യൂണിവേഴ്സ് കണക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് കാണുന്നത്. അവരുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു വിവാഹം, കുടുംബം, ജീവിതം എന്ന എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ലൈഫിലൊരു പാർട്ട്ണർ വേണം. അതായത് ഇത്രയും നാൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച് അതിൻ്റെ ഓപ്പോസിറ്റായ വശങ്ങളിലേക്ക്, അതായത് വലിയൊരു സന്തോഷത്തിലേക്ക്, സക്സസ്സിലേക്ക്, സൺറൈസിങ്ങിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ മനസ്സും തീരുമാനങ്ങളും. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വിജയം നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു തീരുമാനം നിങ്ങളെ തേടി വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജിയിലാണ്. ഒന്നെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാനിനി ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകുക, ഒരു കുടുംബം, ജീവിതം വേണ്ട എന്നുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരുമിച്ച് പോകേണ്ട ഒരു ഏകാന്തതയെ ഇഷ്ടപ്പെടുക എന്നൊരു തീരുമാനത്തിലും, അതല്ലെങ്കിൽ ഒരു ജീവിതം വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ പോലുള്ള ഒരു എനർജിയിൽ നിന്ന പേഴ്സണെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ആ ഒരു വ്യക്തി തൻ്റെ ലൈഫിനെ ബാലൻസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതായത് ഒരു പാർട്ട്ണറോടൊപ്പം അല്ലെങ്കിൽ കൂടെ ചേർന്ന് നിൽക്കേണ്ടതായ വ്യക്തികളോടൊപ്പം ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരണമെന്ന് ആ ഒരു വ്യക്തി തീരുമാനിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. വളരെയധികം ആഴത്തിൽ തന്നെ ചിന്തിച്ചുള്ള ഒരു പ്രപഞ്ചത്തിൻ്റെയും കൂടി ഒരു അനുഗ്രഹത്തോടു കൂടി അവരുടെ ലൈഫിലുണ്ടായിരുന്ന ഒരു മായ, അല്ലെങ്കിൽ ഒരു മുന്നോട്ടേക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു സ്റ്റക്നെസ്സിനെ മാറ്റിയെടുക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങൾ അവരുടെ മുന്നിൽ ഒരുപാട് തവണ
ഒരു യാചനാസ്വരത്തിൽ അവരുടെ പിന്നാലെ നിങ്ങൾ ഫോളോ ചെയ്തിരുന്നു. നിങ്ങൾ അവരെ വിട്ട് കളയാതെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ അവരുടെ ഒരു സാമീപ്യം നിങ്ങളെ തേടി വരുന്നു. ഒരു പ്രൊട്ടക്ഷൻ എനർജിയിലൂടെ തന്നെ കേട്ടോ, വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ മാനേജിങ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം വളരെയധികം ഒരു വാശിയോടുകൂടി, അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഫോക്കസ്ഡ് ആവാതെ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറിപ്പോയ ഒരു പേഴ്സൺ ആയിരുന്നു ഈ ഒരു വ്യക്തിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു വലിയൊരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടാക്കി വെച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭയത്തെയും ആ ഒരു ഉത്കണ്ഠയൊക്കെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുന്ന ടൈമാണ് ഇനി വരാൻ പോകുന്നത്. കൂടാതെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ ഫോക്കസ്ഡ് ആവുകയും നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ രീതിയിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ വഴങ്ങി നിൽക്കും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പൂർണ്ണമായി ഫോക്കസ്ഡ് ആകുന്ന ഒരു എനർജിയിലേക്ക് മാറുക എന്നൊരു തീരുമാനത്തിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു ഫീമെയിൽ എനർജിയുടെ മറ്റൊരു സിറ്റുവേഷൻസിൻ്റെ എല്ലാം വളരെയധികം ഒരു കടന്നു കയറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ വളരെ കൺട്രോളിങ് പവറോടുകൂടി, ആജ്ഞാശക്തിയോടുകൂടിയൊക്കെ മറ്റൊരു സാഹചര്യങ്ങളോ വ്യക്തികളോ ഈ ഒരു പേഴ്സണെ നിങ്ങളെ തമ്മിൽ കണക്റ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചതായിട്ട്, ചിലപ്പോൾ അതൊരു മദർ എനർജി ആവാം, മറ്റൊരു ഫീമെയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാം, അതല്ല എങ്കിൽ ലൈഫിൽ വെല്ലുവിളികളാകുന്ന സാഹചര്യങ്ങളാവാം, ലൈഫിൽ വിജയിക്കുക പ്രവർത്തിക്കേണ്ട ചില സിറ്റുവേഷൻസ്, അതായത് നിങ്ങളോടുണ്ടായിരുന്ന ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ആ ഒരു പേഴ്സൺ. നിങ്ങളെ ആത്മാർത്ഥമായിട്ടും ആഴത്തിൽ തന്നെയാണ് ഒരു പേഴ്സൺ സ്നേഹിച്ചതും ചേർത്ത് പിടിച്ചതും. പക്ഷെ അതിൻ്റെ ഇടയിൽ അത്രയും നിങ്ങൾ ആഴത്തിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ഇടയിൽ വളരെ ശക്തമായ ഒരു ബ്ലോക്കേജ് വന്നിരുന്നു എന്നാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ചെറിയ രീതിയിലുള്ളൊരു ബ്ലോക്കേജ് അല്ല, വളരെ വലിയ രീതിയിലുള്ള ഒരു ബ്ലോക്കേജ് എനർജി നിങ്ങളുടെ ഇടയിൽ കടന്നു കയറിയിരുന്നു എന്നും അത് വളരെയധികം കൺട്രോൾ പവറോട് കൂടി, വളരെയധികം സ്ട്രോങ് ആയ എനർജിയോട് കൂടി നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കാൻ സാധിച്ചതായിട്ടുമാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങളെ ഇപ്പോൾ ഒരു എന്താ പറയുക അബണ്ടൻസ് ആയിട്ട് തന്നെ, നിങ്ങളെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്ന ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസ്, അതായത് എല്ലാ രീതിയിലും ഒരു പൂർണ്ണത, അതായത് ഒരു എന്താ പറയുക മഹാലക്ഷ്മി എന്നൊക്കെ പറയുന്ന പോലത്തെ, അതായത് ഒരു പൂർണ്ണതയുള്ള അബണ്ടൻസ് ഉള്ള ഐശ്വര്യം നിറഞ്ഞ ഒരു എനർജിയിലേക്ക് മാറുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അവരുടെ ആ ഒരു കൺട്രോളിങ് പവർ കൊടുത്ത വ്യക്തിയുടെയും എനർജിക്ക് ഒരു ചേഞ്ചിങ് വരുന്നു എന്ന് കാണുന്നു. കൂടാതെ തന്നെ നിങ്ങൾ നല്ലൊരു സ്ട്രോങ് എനർജിയുള്ള പേഴ്സൺ ആണെന്നും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും പറ്റുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്നും നിങ്ങളുടെ പേഴ്സൺ ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് പോകുക എന്നതൊരു വലിയ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അടക്കം പേര് പ്രശസ്തി പോലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്ന് ചേരുമെന്ന് തന്നെ ആ ഒരു പേഴ്സൺ ഇപ്പം വളരെയധികം ശക്തമാക്കി മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സ്റ്റക്ക് എനർജി ഇവരുടെ ലൈഫിലുണ്ട്, അതായത് നിങ്ങളുടെ അരികിലേക്ക് വരിക എന്നതിനെക്കുറിച്ച് അവർ പൂർണ്ണമായും ചിന്തിക്കുമ്പം ഒരു ബ്ലോക്കേജ്, ഒരു സ്റ്റക്ക് എനർജി അവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. കാരണം ഒരു ഹാർട്ട് ബ്രോക്കൺ, വളരെ നല്ല രീതിയിലൊരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾക്ക് തന്ന ഒരു പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് നേരെ വളരെ നല്ല ശക്തമായ വെല്ലുവിളികൾ നടത്തിയ ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലെ പല സാഹചര്യങ്ങളെയും നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇടയിൽ കടന്നുപോയിട്ടുണ്ടാവും. അതായത് ഒരു തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷനിൽ വളരെ ശക്തമായിട്ട് ഉണ്ട് എന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്നത് ഈ ഒരു പേഴ്സണെ ചില ടൈമിൽ സ്റ്റക്കാക്കി നിർത്തുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. കൺഫ്യൂഷനാണ്. പ്രതീക്ഷയുണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമെന്നും ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമെന്നൊക്കെ ഒരു വ്യക്തിക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ സ്റ്റക്കാണ്. കാരണം സ്റ്റക്ക് ആവാനുള്ള കാരണം നിങ്ങൾക്കിടയിൽ വലിയ ശക്തമായൊരു തേർഡ് സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്യിപ്പിച്ചിരുന്നു. ഒന്നെങ്കിൽ അതൊരു സൗഹൃദ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങളെ മാറ്റി നിർത്തിയതാവാം, അതല്ലെങ്കിൽ മറ്റൊരു എനർജി നിങ്ങളുടെ ബന്ധത്തിൽ കടന്നു വന്നതാവാം, അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ മദർ എനർജി കൂടുതൽ ഇൻവോൾവ് ആയതുമാകാം. ഈ ഒരു ബന്ധത്തിലെ ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളെ ഒരുപാട് പെയിൻഫുള്ളാകുന്ന, അതായത് നിങ്ങളെ പൂർണ്ണമായും നിങ്ങൾ ഡെത്ത് ആവുന്ന ഒരു എനർജി പോലത്തെ സിറ്റുവേഷൻസിൽ
കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സണ് വളരെ ശക്തമായിട്ടുണ്ട്. അപ്പം നിങ്ങളിലേക്ക് വരിക എന്ന ഒരു പ്രതീക്ഷയ്ക്ക് മുന്നിൽ അയാൾക്കൊരു സ്റ്റക്നെസ് വരുന്നു. കാരണം മറ്റാരോടൊക്കെയോ ഇനിയും ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരും. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നാൽ ഏറ്റവും പ്രിയപ്പെട്ട അയാളുമായിട്ട് കണക്റ്റഡ് ആകുന്ന ബന്ധത്തിൽപ്പെട്ട് അയാളുടെ രക്തബന്ധവുമായി കണക്റ്റഡ് ആയ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും ആഴത്തിലുള്ള സൗഹൃദ ബന്ധത്തിലുള്ള വ്യക്തികളാവാം. ഒരു വലിയ ഫൈറ്റിംഗ് എനർജി, ഒന്നിൽ കൂടുതൽ വ്യക്തികളുമായിട്ട് വളരെ ശക്തമായ ഒരു ഫൈറ്റിംഗ് എനർജി നടത്തേണ്ടി വരുമെന്നതും അയാളുടെ പ്രതീക്ഷയെ സ്റ്റക്കാക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരിക എന്നൊരു എനർജി അയാൾ ചിന്തിക്കുമ്പോൾ എന്ന സമയത്ത് അയാൾക്ക് വേറെ പല സ്ഥലങ്ങളിലും കോൺഫ്ലിക്റ്റ് നേരിടേണ്ടി വരുന്നുണ്ട്, തടസ്സങ്ങളുണ്ട്. പിന്നെ വളരെ ശക്തമായിട്ട് അയാളിൽ ഒരു ഈഗോയോട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഈഗോ എന്ന് പറയുന്നതും വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. കാരണം നിങ്ങളോട് പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾക്ക് നൽകിയൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ലോസ് വരുത്തി, നഷ്ടം വരുത്തി, അതായത് നിങ്ങളുടേതായ ഒരു ബേസിക്, നിങ്ങളുടെ ഒരു അടിസ്ഥാനം തകർത്ത് കളഞ്ഞൊരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ ഒരു പേഴ്സണ് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് ചെയ്തു പോയ പ്രവൃത്തികൾ, അതുമെല്ലാം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരിക എന്ന പ്രതീക്ഷയിൽ ഒരു സ്റ്റക്കാണ് വരുത്തുന്നത്. എന്താണെങ്കിലും ഒരു ഫൈറ്റിംഗ് എനർജിയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണമെങ്കിൽ ആ ഒരു പേഴ്സൺ ശക്തമായിട്ട് അയാൾക്ക് ചുറ്റുമുള്ളവരോട് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. മാത്രമല്ല ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഈ ഒരു ബന്ധത്തിൻ്റെ ഇടയിൽ വളരെ വ്യക്തമായിട്ടുണ്ട് കേട്ടോ. ഫാമിലി ബന്ധവും വരുന്നുണ്ട് കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയും കടന്നു വരുന്നുണ്ട്. എക്സ്ട്രാ മരിറ്റൽ അഫെയർ, അതായത് ഒരു സെക്ഷൽ അഡിക്ഷൻ്റെ പുറത്ത് നിങ്ങളെ മിസ്യൂസ് ചെയ്ത എനർജിയും കാണാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ റിലേഷനിലകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പൂർണ്ണമായും കൊടുത്തു. നിങ്ങളൊന്നും അറിയാതെ ആ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡായി നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് തരുന്നു. നിങ്ങളെയാണ് ആ വ്യക്തി ചേർത്ത് പിടിക്കുന്നതെന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പൂർണ്ണമായും സാന്നിധ്യം കൊടുത്തതെന്നും അത് ഇന്ന് അയാൾ ഒരു ബർഡനാണ്. ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അത് മെയിലായാലും ഫീമെയിലായാലും ഈ എനർജിയിൽ വരുന്ന നിങ്ങളെ കണക്റ്റഡ് ആകുന്ന ആ ഒരു വ്യക്തിക്ക് ഒരു ബർഡൻ തന്നെയാണ് ഇന്ന് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം തേർഡ് സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടെന്നാണ് തോന്നുന്നത്. ആ ഒരു തേർഡ് സിറ്റുവേഷൻസിന് വേണ്ടി ഫൈറ്റിംഗ് ചെയ്ത് അവർ തന്നെ സക്സസ് ആയി നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാത്ത വിധം, ജസ്റ്റിസ് തരാം നിങ്ങൾ യാചിച്ചിട്ടും അത് കിട്ടാത്ത വിധം അവർ തേർഡ് സിറ്റുവേഷൻസിലേക്ക് പൂർണ്ണമായും സാന്നിധ്യം കൊടുത്തതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പം ആ ഒരു സിറ്റുവേഷൻസ് ബർഡൻ ആയിരിക്കുന്നു. ഒഴിവാക്കാൻ പറ്റാതെ തലയിൽ ചുമന്നുകൊണ്ട് പോകണ്ട, അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണ് പൂർണ്ണമായും പ്രശ്നങ്ങൾ, അതായത് ഫിനാൻഷ്യൽ ബ്ലോക്കേജും വരും. കൂടാതെ തന്നെ മറ്റാരുടെയൊക്കെ മുമ്പിൽ അതിനു വേണ്ടിയിട്ട് സംസാരിക്കേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻസ്, അതായത് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ ആ ഒരു വ്യക്തി ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങളെ ആ ഒരു പേഴ്സൺ അതിജീവിക്കേണ്ടി വരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു ബ്ലോക്കേജ് ഫിനാൻഷ്യൽ നഷ്ടം ഈ ഒരു പേഴ്സണ് സംഭവിക്കാം. ഫ്യൂച്ചറിലേക്ക് പോകാൻ ഒരു മാർഗവുമില്ലാതെ ആ ഒരു വ്യക്തിയുടെ ലൈഫ് സ്റ്റക്കായി നിൽക്കാനും 100% സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ മറ്റായിരിക്കും വാണിംഗ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയോട് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വ്യക്തി വിട്ടുകൊടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലും ചില സാഹചര്യങ്ങളിലും കുറ്റബോധത്തോടു കൂടി തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഉറക്കം നഷ്ടപ്പെട്ട, നല്ല രീതിയിലൊന്നും ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ അവരുടെ യഥാർത്ഥ പാർട്ട്ണർ ആയിരുന്നു എന്നൊരു തിരിച്ചറിവ് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി. ഏറ്റവും പോസിറ്റീവായിരുന്നു. കാരണം നിങ്ങളെ അവർക്ക് ചേർത്ത് പിടിക്കുകയായിരുന്നെങ്കിൽ നഷ്ടമൊന്നും സംഭവിച്ചിരുന്നില്ല. ഇപ്പോൾ അവരെ സംബന്ധിച്ച് ആൻസൈറ്റി, ഡിപ്രഷൻ, ഭയം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നു. അതുപോലെ ബൗണ്ടറി ഇട്ട് ജീവിതത്തിൽ തന്നെ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കേണ്ടി വരുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായും ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തിയാവാം. അതല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഇട്ട് ഇപ്പോഴും നിങ്ങളുടെ നേരെ ഫൈറ്റിംഗ് നടത്തുന്ന ഒരു പേഴ്സൺ ആവാം. എന്താണെങ്കിലും ആ ഒരു വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആയിട്ടിരിക്കുകയാണ്. വെല്ലുവിളിയെ അതിജീവിക്കേണ്ടി വരുന്ന, അതല്ലെങ്കിൽ പുതിയ ഒരു രീതിയിലും ഒരു കാര്യങ്ങളും സൃഷ്ടിക്കാൻ
പറ്റാത്ത വിധം പുതിയ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് ഇടയ്ക്ക് ചിന്തിക്കുമ്പോഴും അതെല്ലാം സ്റ്റക്കാവുന്ന രീതിയിൽ, അതല്ലെങ്കിൽ മൈൻഡ് ടു ഫൈറ്റ്, ചെയ്തുപോയ പ്രവൃത്തികളെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് ഫൈറ്റിംഗ് ചെയ്യേണ്ട ഒരു എനർജിയിലാണ് പോകുന്നത്. ആക്ഷൻ എടുക്കണം, പാസ്റ്റിലേക്കുള്ള കാര്യം, അതായത് തിരിച്ചു വരണമെന്ന് ആ ഒരു പേഴ്സൺ 100% ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ടെൻഷനാണ്, സ്ട്രെസ് അനുഭവിക്കുകയാണ്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ ചില സാഹചര്യങ്ങൾ, ചിലപ്പോൾ ഫാമിലി കണക്റ്റഡ് ആയ ചില സാഹചര്യങ്ങളാവാം, അതല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളെ പൂർത്തീകരിച്ചാൽ മാത്രമാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. ശരിക്കും ഒരു ട്രാജഡിയാണ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ദുഃഖങ്ങളും നിറഞ്ഞ ഒരു എനർജിയിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. ഒരു വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എല്ലാം ബ്ലോക്കാണ്. മുന്നോട്ടേക്ക് പോകാനായിട്ട് ഒരു വാതിലും തുറക്കുന്നില്ല. ആഗ്രഹിക്കുന്നുണ്ട് ദൂരെ ഒന്ന് മാറിപ്പോകാം, ഒരു ദൂരയാത്ര, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ചിങ് വരുത്തണം, ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എല്ലാം ബ്ലോക്ക് എനർജിയിലാണ്, തകർച്ചയിലാണ്. കാരണം ഡിവൈൻ്റെ സപ്പോർട്ട് ഈ ഒരു പേഴ്സണിൽ പൂർണ്ണമായും നിലച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഡിവൈൻ്റെ ഒരു അനുഗ്രഹമോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ ഈ ഒരു പേഴ്സണിലേക്ക് വരുന്നില്ല എന്നാണ് കാണുന്നത്. എന്താണെങ്കിലും ആ ഒരു വ്യക്തി ഉറക്കം നഷ്ടപ്പെട്ട പോലെ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ആ വ്യക്തിക്ക് പറ്റുന്നില്ല ഒരു കാര്യങ്ങളെയും കാണാനും ശരിയാക്കാനും. കാരണം സ്വപ്നം കാണുക എന്നതിനപ്പുറത്തേക്ക് അതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ബ്ലെസ്സിങ്സ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി, ഞാൻ പറഞ്ഞില്ലേ, പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ പാർട്ട്ണർ, നിങ്ങളുമായിട്ട് ആ ഒരു പേഴ്സൺ ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഒരു സോൾ എനർജി, ഒരു സ്പിരിച്വൽ എനർജി ഉണ്ട് നിങ്ങൾക്ക് തമ്മിൽ. ആ ടൈമിൽ അയാൾക്ക് വളരെയധികം ബ്ലെസ്സിങ്സും ഒരുപാട് ഫിനാൻഷ്യൽ ഓപ്പണിങ്ങും എല്ലാം വരുന്നു. ആ ഒരു അനുഭവം എൻ്റെ ഒരു കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ടൈം മാറുന്നതാണ്, എനിക്ക് സെൽഫായിട്ട് കിട്ടിയ ഒരു ബ്ലെസ്സിങ്സ് ആണെന്നുള്ളൊരു ചിന്തയാണ് ആ ഒരു പേഴ്സണെ തകർത്ത് കളഞ്ഞതെന്നും മറ്റ് സിറ്റുവേഷൻസിലേക്ക് അട്രാക്റ്റഡ് ആവാൻ കാരണമായതെന്നും മറ്റുള്ള വ്യക്തികളുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തതെന്നുമുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് വളരെ ശക്തമായിട്ട് മനസ്സിലാക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, ഒരുപാട് സ്റ്റക്കായി നിൽക്കുകയാണ്. പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യേണ്ടതും പല പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടതുമായ ഒരു എനർജിയിലൂടെയാണ് ആ ഒരു പേഴ്സൺ പോകുന്നത്. ഉറങ്ങാൻ പറ്റുന്നില്ല എന്നതാണ് ആ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം അയാളുടെ ലൈഫിൽ ഇപ്പം നടക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ ഒരു ബ്ലെസ്സിങ്സോടുകൂടി കാണുന്നു. നിങ്ങളെ അവരുടെ യഥാർത്ഥ പാർട്ട്ണറായിട്ട് സ്വയം പറയുന്ന ഒരവസ്ഥയാണ്. അതായത് നിങ്ങളുടെ പേര് പറഞ്ഞ് വേദനിക്കുന്ന ഒരവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പം നിൽക്കുന്നത്. കാരണം നിങ്ങളും അവരുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അയാൾക്ക് വന്നിരുന്നു. ചോയ്സ് വന്നപ്പോൾ അങ്ങ് മതിമറന്നു പോയി എന്നുള്ള ആ ഒരു ധാരണ, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്റ്റക്നെസ് വന്നു. കാരണം അയാൾക്ക് ചെറിയ രീതിയിൽ ഒരു ബ്ലെസ്സിങ്സും ഒരു മാറ്റവും ഒരു ബ്യൂട്ടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, ഒരു സന്തോഷം നിറഞ്ഞൊരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങളോടൊപ്പം ഉണ്ടായപ്പോൾ ആ വ്യക്തിയുടെ ഫിസിക്കലി മാറ്റങ്ങൾ വന്നു, ഇമോഷണലി മാറ്റങ്ങൾ വന്നു. ആ ഒരു പേഴ്സൺ പൂർണ്ണമായും ഒരു മാറ്റത്തിലേക്ക് വന്നപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരുപാട് ചോയ്സ് വന്നതായിട്ടാണ് കാണുന്നത്. അത് പല രീതിയിലുള്ള ചോയ്സ് വന്നപ്പോൾ ആ ഒരു പേഴ്സൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ബന്ധം സ്റ്റക്കായിപ്പോയി, നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റക്കായിപ്പോയി. പക്ഷേ ഇപ്പോഴൊരു കപ്പ് ഓഫ് ലവ് എന്ന എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നതായിട്ട്. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആഴത്തിൽ തന്നെ. പാസ്റ്റിലെ ആ ഒരു റിലേഷൻ, നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം തന്നെയാണ് പൂർണ്ണതയെന്നും അതിലാണ് ഒരു പുതിയ ക്രിയേറ്റിവിറ്റി, ഒരു സൃഷ്ടി നടത്തേണ്ടതെന്നുമുള്ള വളരെ വ്യക്തമായൊരു ധാരണ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ ഇതൊരു ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം തൊട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തൊട്ടുള്ള ഒരു പരിചയവും ബന്ധവുമായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. വളരെയധികം ശക്തവും ആഴവുമുള്ളതും അത് സോൾ എനർജി ഉള്ളതും സ്പിരിച്വൽ കണക്ഷൻസ് ഉള്ളതും ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ളതുമായ ഒരു റിലേഷനാണ് നിങ്ങളുടേത്. അത്രത്തോളം പൂർണ്ണതയുള്ള ഒരു ബന്ധത്തെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടാണ് ആ ഒരു പേഴ്സണ് പൂർണ്ണമാക്കാൻ പറ്റുന്നതെന്നും അത് അയാളുടെ ലൈഫിലെ ഒരുപാട് പ്രശ്നങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ബന്ധം അത് മുന്നോട്ടേക്ക് കറക്റ്റായിട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും വളരെ ഇമോഷണൽ ബാലൻസും ഒരു പൂർണ്ണതയുമാണ് അവിടെ വരാൻ പോകുന്നത്. അതായത് ബ്ലെസ്സിങ്സ് ആണ്, എല്ലാ രീതിയിലും ഒരു പ്രസന്നത ഉണ്ടാകുമെന്നതിന് 100% ഉറപ്പാണ്. ആ ഒരു പേഴ്സൻ്റെ ഈഗോ എന്ന് പറയുന്ന ഒരു എനർജിയെങ്കിലും ഒന്ന് ചേഞ്ച് ആയാൽ
തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് വലിയ സക്സസ് വരുമെന്നുള്ളതും അയാളുടെ സ്വപ്നങ്ങളെല്ലാം റിയാലിറ്റി ആക്കാൻ പറ്റുകയും ചെയ്യുന്നതും ബാലൻസിൽ വരാൻ പറ്റുന്നതും നിങ്ങളോടൊപ്പമുള്ള ലൈഫ് സിറ്റുവേഷൻസിൽ തന്നെയാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ ആ ഒരു പേഴ്സൺ ആ ഒരു തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലുണ്ടായ ഒരു സ്നേഹബന്ധം, അതായത് ആ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് ഒരു ഡെവിൾ എനർജിയിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്തത്. എത്രത്തോളം ആഴത്തിൽ ലവേഴ്സ് എന്ന് പറയുന്ന എനർജിയിൽ നിന്ന ആ ഒരു ബന്ധത്തെ പെട്ടെന്ന് തലക്കീഴായി മറിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ആ ഒരു സ്നേഹം നിങ്ങളിലെ ഒരു ബ്ലെസ്സിങ്സിൽ പൈശാചികമാവുന്ന എനർജി കടന്നുകൂടി. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ്, ഫീലിങ്സ്, വിരക്തി, വെറുപ്പ്, ഇരയാക്കപ്പെടുക, അതുപോലെ പവർ ലോസ് സംഭവിക്കുക. നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ഫോഴ്സ്ഫുള്ളി പല കാര്യങ്ങളും കടന്നു വന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വേദന, നെഗറ്റിവിറ്റി എല്ലാം അതൊരു വിധിയായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു എഫേർട്ട് എടുക്കേണ്ടി വരുമെന്നുള്ളതും നിങ്ങളോട് ഒരുമിച്ചൊരു ലൈഫ് സിറ്റുവേഷൻസ് വേണമെന്നും ഒരു അബണ്ടൻസും സമൃദ്ധിയും ക്രിയേറ്റിവിറ്റി ചെയ്തെടുക്കണമെന്നും പേഴ്സൺ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബർഡൻ എന്ന എനർജിയെ മാറ്റി വയ്ക്കുക എന്നതാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. ഒരു പുതിയ തുടക്കം, മുന്നും പിന്നും നോക്കാതെ ഒരു പുതിയ തുടക്കം വേണമെന്നും, അതുപോലെ നിങ്ങളുടെ ഒരു കർമ്മ, നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ആകുന്ന ഒരു സെപ്പറേഷൻ പീരീഡ് എന്നുള്ള ഒരു കർമ്മ ഉണ്ടായിരുന്നു. ആ ഒരു കർമ്മ എൻഡ് ആകാൻ പോകുന്നതായിട്ടും നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.